ഇന്നത്തെ റെസിപ്പി മുരിങ്ങയിലയും ചക്കക്കുരും ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാന്തരം തോരൻ്റെ ഒരു റെസിപ്പിയാണ്. മുരിങ്ങയിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ച് മാറ്റി വെച്ചേക്കാം. 3 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. ഒരു വറ്റൽമുളക് 2 കീറിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 8-9 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതുകൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാതെ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടിയെന്ന് കാണുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കൂടെ ചേർക്കാം. ചക്കക്കുരു കുക്കറിൽ 1 വിസിലിനാണ് വാങ്ങിയിട്ടുള്ളത്. സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചക്കക്കുരുവാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഞാൻ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മുരിങ്ങ ഇല കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും മുരിങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വരും. മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട്. ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ 1 കൈപ്പിടി അളവിൽ ചെറിയ നാളികേരം കൂടെ ചേർത്തിളക്കാം. അപ്പോൾ ഈ സമയം ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള രുചികരമായ തനി നാടൻ ചക്കക്കുരു മുരിങ്ങയില തോരൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം റെസിപ്പിയാണ്. ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ലഭ്യമാവുന്ന ഒരു അവസരത്തിൽ ഇതുപോലൊരു തോരൻ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.